മാതാപിതാക്കൾക്ക് പലവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് എന്താണെന്ന് പറയാം. നമ്മുടെ കുട്ടികൾ ഒരു ടീനേജേഴ്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ചെറിയ സ്വഭാവത്തിൽ കുറച്ച് നല്ല മാറ്റങ്ങൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. നല്ല മാറ്റങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നുള്ള ദേഷ്യവും പിന്നെ നമ്മൾ പറയുന്നതിനൊക്കെ തർക്കുത്തരം പറയുന്ന ഒരു അവസ്ഥ, പറഞ്ഞാൽ പെട്ടെന്ന് അനുസരിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഒരു ടീനേജേഴ്സിലോട്ടൊക്കെ കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടീനേജറായി നിൽക്കുന്ന സമയത്ത് കൗമാരപ്രായക്കാരായി നിൽക്കുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്വഭാവ രീതിയാണ്. അതായത് അവരുടെ ഹോർമോൺസും അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം സംഭവിക്കുകയും ഡെവലപ്മെന്റേഷനൊക്കെ നടക്കുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് കാണിക്കുന്ന ഒരു സ്വഭാവ രീതിയാണത്. ഇത് പാരൻസായ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും അവർക്ക് ഒരു മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ പിന്നെ ഇത് മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, അവരുടെ ദേഷ്യവും ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അതിനേക്കാൾ കൂടുതൽ ദേഷ്യപ്പെട്ട് കുട്ടികളടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അവരുടെ പിന്നെ എന്താ പറയുക, നല്ല കുട്ടികളാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അച്ചടക്ക ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ അച്ചടക്ക ശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു വേ ഓഫ് ലെവലുണ്ട്. ആ ലെവൽ അനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മൾ എന്തിനാണോ ഉദ്ദേശിച്ചിട്ടാണോ അത് ചെയ്തു തുടങ്ങിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റീവായിരിക്കും നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഈ ഒരു ഏജിൽ കാണുന്ന രീതികളാണ്, ഉണ്ടാവുന്ന സ്വഭാവ രീതികളാണ്. ഇതിന് നമ്മളുടെ സ്നേഹം കൊണ്ടും അവരുടെ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും അവർക്ക് നല്ല സപ്പോർട്ടൊക്കെ കൊടുത്ത് അവർക്ക് റെസ്പെക്റ്റ് ആവശ്യമാണ്. ഈ ഒരു സമയത്ത് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒരുപാട് സഹായിക്കാൻ വേണ്ടി സാധിക്കും. അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നല്ല കുട്ടികളായി വളർന്നു വരികയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്.